ലെക്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും കൂടിയാണ്. ഇത് എപ്പോഴാണോ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് കുറച്ചുകൂടെ നിങ്ങളൊരു കാം ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ കാം ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കുന്ന സമയത്ത് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒന്ന് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിംഗ് പ്രകാരം അവർക്ക് നിങ്ങളോട് വളരെയധികം റൊമാൻറ്റിക് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതായത് അത്രയും റൊമാൻറ്റിക് ഫീലിംഗ്, അത്രയധികം അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ചില കാര്യങ്ങളിൽ നിന്ന് ഹീൽഡ് ആയിട്ടുണ്ട്. അതായത് എന്താണോ അവരുടെ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ ആണോ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, കരിയർ ആയിരിക്കാം, അങ്ങനെ എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് അവർ ഹീൽഡ് ആയിട്ട് കാണുന്നുണ്ട്. അവർ കുറച്ചുകൂടെയൊക്കെ ഇമോഷണലി എല്ലാം വളരെ കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഇമോഷണലി അവർ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങളോടാണെങ്കിലും വളരെയധികം ഒരു കെയറിങ്, അതുപോലെ തന്നെ വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അവർക്കത് ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പക്ഷെ നിങ്ങളിലേക്ക് ഒരു 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 ചമ്മൽ അവർക്കുണ്ട്. അതായത് വളരെയധികം റൊമാൻറ്റിക് ഫീലിംഗ് നിങ്ങളോടുണ്ട് എങ്കിൽ പോലും അതൊരു ഈഗോ ആയിട്ടല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഒരു ചമ്മലാണ്. അതായത് നിങ്ങളെ അവര് എന്തൊക്കെയാണോ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു ചമ്മലുള്ളതുപോലെ ഫീൽ ആവുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങളോടിപ്പോ വളരെയധികം ഒരു ഒബ്സഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. വളരെയധികം റൊമാൻറ്റിക് ഫീൽ ഉണ്ട്, കൂടാതെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷനും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മറ്റ് ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങളോട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് ഈ വ്യക്തി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കാം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അല്ലെങ്കിൽ മറ്റവരുടെ കരിയർ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ, അതിനോടൊക്കെ ഒരുതരം ഓവർ അറ്റാച്ച്മെന്റ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റു ചില അട്രാക്ഷൻ, ഒബ്സഷൻ, അതായത് അഡിക്ഷൻ, ചില ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ചില വ്യക്തികളോട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില മറ്റ് തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ ഓവർ ഫിസിക്കൽ അട്രാക്ഷൻ തോന്നിയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫില് ഈ തരത്തിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു അഡിക്ഷൻ ഒക്കെ എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. അത് കൃത്യമായിട്ട് അവിടെ നമുക്കൊരു എൻഡിങ് കാർഡ്, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങും കൂടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ കുറെ ഇതുപോലുള്ള പല അഡിക്ഷനും ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ, അതായത് ഫിനാൻഷ്യലി ഈ വ്യക്തിക്ക് എന്തെങ്കിലും കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ഇവരുടെ കരിയറിൽ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്ഫർ ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ഒരു തരം ക്രൈസിസ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തു തന്നെയായാലും ഈ വ്യക്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഒരു മാറ്റം ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു അഡിക്ഷനിൽ നിന്നും, ഈ ഒരു തരം ഓവർ അറ്റാച്ച്മെന്റിൽ നിന്നുമെല്ലാം പുറത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പുറത്തേക്ക് വരാനും അതിൽ നിന്ന് മാറിപ്പോവാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ട്, ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കുള്ള യാത്ര തന്നെയാണ്. അല്ലെങ്കിൽ ഈ വ്യക്തി വിദേശത്തായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്താണെങ്കിൽ നാട്ടിലേക്ക് വരാന്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാന്, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവരൊരു ഡിസിഷൻ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, ഇവിടെ ചില പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഡിസിഷൻ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്, ഒരു ഡിസിഷൻ അവർ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. വളരെ സത്യസന്ധമായിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അപ്പോ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്തായിരുന്നു ഇഷ്യൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളതിനെല്ലാം ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് വളരെ ഫുൾഫിൽമെന്റ് ആയിട്ടുള്ള, അതായത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള, അത്രയും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് മാറണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി ഒരു യാത്ര, നിങ്ങളിലേക്ക് ഒരു യാത്രയ്ക്ക് തന്നെയാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു സക്സസ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു റീബർത്ത്, ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിലൊരു റീബർത്ത് ഉണ്ടാവണമെന്നും, എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മാറി ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഹെയറോപ്പന്റ് ആണ് വന്നിട്ടുള്ളത്. പലർക്കും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്, അതായത് മാരേജ്, എൻഗേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൽ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ള, സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അവരുടെ ഫാമിലി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കാനായിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ല ഒരു തരം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിവാഹം ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി കൃത്യമായിട്ടും നിങ്ങളുമായിട്ട് അങ്ങനെ അതായത് ഒരു കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് മീൻസ് നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു കുട്ടികള്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി അതിനുള്ള ഒരു ധൈര്യം, അതായത് ഇപ്പോ എന്തെങ്കിലും ചില സാഹചര്യം കൊണ്ട് ഒരു തീരുമാനമെടുക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേം കമ്മിറ്റ്മെന്റ് തരാൻ കഴിയാതെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു കറേജ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ആ വ്യക്തി ആ ഒരു കറേജിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയധികം ഡിറ്റർമിനേഷൻ ആ വ്യക്തിക്കുണ്ട്, ഒരു പാഷൻ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഉണ്ട്. സ്ട്രോങ് ആണ്, അവരുടെ തീരുമാനങ്ങൾ സ്ട്രോങ് ആണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ലൈഫ് സ്വപ്നം കാണുന്നുണ്ട്, ഒരു ഡേ ഡ്രീമിങ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ആ നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു ജീവിതം, അതൊക്കെ അവര് സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, അത് അത്രയും പർപ്പസ്ഫുള്ളി, അതായത് അത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മളിങ്ങനെ ഇരുന്ന് ദിവാസ്വപ്നം കാണുമല്ലോ, പകൽ സ്വപ്നം, അങ്ങനെയുള്ള പകൽക്കിനാവൊക്കെ ഈ വ്യക്തി കാണുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി
അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ കൂടിയാണ്, വെറുതെ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുക മാത്രമല്ലാതെ കുറച്ചുകൂടെ ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിൾ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ വ്യക്തി എത്തിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കൺസേർവ്ഡ് ആക്കണം, അല്ലെങ്കിൽ അത് സംരക്ഷിച്ച് വെക്കുക, പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്കും കൂടെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇതില് ചാലഞ്ചസ് വരികയാണെങ്കിൽ അതിന് സധൈര്യം അവര് കോമ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്, അതിനെ എതിർക്കാനും അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ അവർ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഏത് വിധത്തിലും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പ്രോഗ്രസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ഒരു അടുത്തൊരു ലെവലിലേക്ക് പോവുക. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു, ഒരു എൻഗേജ്മെന്റ്, വിവാഹം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇമോഷണൽ കമ്മിറ്റ്മെന്റ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ തയ്യാറായിട്ട് അവര് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട്, ലെറ്റർ O, നമ്പർ 24, അവിട്ടം നക്ഷത്രം, നമ്പർ 3, അത്തം നക്ഷത്രം, ഫെബ്രുവരി മന്ത്, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, ലെറ്റർ L, ലെറ്റർ D, ലെറ്റർ K, ലെറ്റർ N, ജൂലൈ മന്ത്, മകേരം നക്ഷത്രം, നമ്പർ 4. ഇത്രയൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക, ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും തന്നെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത റീഡിങ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക.